അപ്പൊയ്ക്കോ പോയി നിന്റെ ജോലി ചെയ്. വിജയേട്ടാ, ശ്യാമളേച്ചി ഇവിടെ നിപ്പുണ്ട്, ഞാൻ കൊടുക്കട്ടെ? ആ കൊടുക്ക. വിജയേട്ടനാ. ഹലോ വിജയ. ശ്യാമളേച്ചി, ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഒരു വലിയ ഊരാക്കുടിക്കുന്ന തലയൂരി തന്നത്. താങ്ക്സ് ഒക്കെ ശരത്തേട്ടനോടും പത്മകുമാറിനോടും പറഞ്ഞാൽ മതി. എനിക്ക് വിജയനോടെ നന്ദി പറയാനുള്ളത്. എന്തിന്? ജാനിയെ വിട്ടു തന്നതിന്. ഞങ്ങൾ അത്രയ്ക്ക് അത്യാവശ്യമായിട്ടിരിക്കുകയായിരുന്നു. അവൾക്ക് എല്ലാം അറിയാലോ. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കുക്ക് ചെയ്യുമല്ലോ. ശ്യാമളേച്ചി അവളെ ഒത്തിരി ബുദ്ധിമുട്ടിക്കരുത്. രത്നമ്മയ്ക്ക് അവളോട് യാതൊരു അലിവുമില്ല. നിങ്ങളും കൂടി അങ്ങനെ പെരുമാറരുത്. ഏയ് ഒരിക്കലുമില്ല. ഞങ്ങളും മനുഷ്യരല്ലേ. ജാനിയുടെ കാര്യം ഓർത്ത് വിജയൻ ഒട്ടും വേവലാതിപ്പെടണ്ട. താങ്ക് യു ചേച്ചി. ശരത്തേട്ടനെ പിന്നീട് വിളിച്ചോളാം. ഓക്കെ വയ്ക്കട്ടെ? ഓ ഇനി വേണ്ട, വയ്ക്കുക. ഹലോ ഹലോ, വിജയരാഘവൻ സാറേ. ആ നടേശനല്ലേ? നിങ്ങളിപ്പോൾ എവിടെയാ? ഇന്നലെ വിളിച്ചു, ഫോൺ എടുത്തില്ല. വീട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോൾ നിങ്ങളെന്തോ യാത്രയിലാണെന്ന് പറഞ്ഞു. ആ ഞാനൊരു യാത്രയിലായിരുന്നു. ഫോൺ എടുക്കാത്തത് എന്താ? ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു നടേശ. എന്നാലും എപ്പോഴെങ്കിലും തിരിച്ചു വിളിക്കണ്ടേ? തിരുവനന്തപുരത്ത് പോയിക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ രാത്രി ഒരുപാട് ലേറ്റായി. ഇന്ന് വിളിക്കായിരുന്നല്ലോ. ഇപ്പോഴും ഡ്രൈവിങ്ങിലാ. നടേശൻ എന്തിനാ വിളിച്ചേ? കല്യാണ തീയതിയൊക്കെ നിശ്ചയിക്കണ്ടേ? ജാതകം നോക്കണം, നിശ്ചയത്തിന്റെ തീയതി കുറിക്കണം. വിജയരാഘവൻ സാർ എന്താ ഒന്നും മിണ്ടാത്തെ? ഇന്നലെ വിളിച്ചപ്പോ രത്നമ്മ ടീച്ചറും ജാനക്കുട്ടിയൊന്നും വീട്ടിലില്ലെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ കേസൊന്നും ഒതുക്കാൻ വേണ്ടി ഓടി നടക്കുക. ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ കല്യാണം നിശ്ചയം എന്നൊക്കെ പറഞ്ഞ് അതൊന്നും എൻ്റെ തലയിലോട്ട് കയറില്ല നടേശ. ജാനക്കുട്ടിയും രത്നമ്മ ടീച്ചറും ഒക്കെ എവിടെ പോയി? അവളൊരു ബന്ധു വീട്ടിൽ പോയതാ. ഞാൻ പിന്നെ വിളിക്കാം. ഇപ്പം നടു റോട്ടിലാ. വയ്ക്കട്ടെ? ആ കറി ശരിയായോടി? എങ്കിൽ പിന്നെ അടുത്ത ജോലി ചെയ്യടി. ആ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി അടുക്കള തൂത്ത് വൃത്തിയാക്കാം. അവിടെ ചെയ്യുന്നത് പോലൊക്കെ തന്നെ ഇവിടെ. വീടൊന്നും മാറിയെന്ന് വെച്ച് ജോലിക്ക് വ്യത്യാസമൊന്നുമില്ല. അലക്കാനുള്ള ഡ്രസ്സൊക്കെ ബാത്റൂമിൽ സോപ്പ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിയുമ്പോൾ അതെടുത്ത് ബാക്കിലെ ടെറസിൽ കൊണ്ടുപോയി അലക്കണം. അവിടെ അലക്കലും പൈപ്പ് വെള്ളമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മുറിയൊക്കെ തൂത്ത് തുടച്ചിടണം. ഉച്ചയ്ക്ക് മുമ്പ് ജോലിയെല്ലാം തീർത്താ പിന്നെ ഊണും കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാലോ. എന്നാ തുടങ്ങിക്കോ, സമയം കളയണ്ട. നല്ല വൃത്തിയായിട്ട് ചെയ്തോളൂ. ഞാനങ്ങനെ പഠിപ്പിച്ചേക്കുന്നത്.
അപ്പം സൂര്യ സ്കൂളിൽ പോയോ? എപ്പോഴേ പോയി. വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതേ ഉള്ളൂ. ആ പിന്നെ വിജയ, ആ തിരുവനന്തപുരത്ത് പോയ കാര്യം എന്നായി? പത്മകുമാറിനെ മിനിസ്റ്ററെയൊക്കെ കണ്ടു. കേസില്ലാതെ ഒതുക്കാൻ പറ്റുമെന്നാ പത്മകുമാർ പറഞ്ഞത്. അവൻ വിചാരിച്ച എന്താ നടക്കാത്തെ? അവനല്ലേ മന്ത്രിയുടെ എല്ലാ കാര്യവും തീരുമാനിക്കുന്നത്. മൂത്രം ഒഴിക്കണമെങ്കിൽ പോലും അവനോട് ചോദിച്ചിട്ടേ മന്ത്രി പോകത്തുള്ളൂ. അവനേറ്റതാ വിജയ. ഇനി ഒരു സംശയവും വേണ്ട, നീ രക്ഷപ്പെട്ടെന്ന് കൂട്ടിക്കോ. ആ അങ്ങനെ തീർത്ത് പറഞ്ഞൊന്നുമില്ല. ആ അവനങ്ങനെയാ, വിട്ടു പറയത്തില്ല. ഒരു പിടുത്തം എപ്പോഴും അവന്റെ കൈ വെച്ചിരിക്കും. ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അവൻ ആദ്യമേ പറയും പറ്റില്ലെന്ന്. അല്ല, അമ്മയ്ക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? പത്മകുമാർ കരുനാഗപ്പള്ളിയിൽ വന്ന് താമസിച്ചിട്ടുണ്ടോ? 2 or 3 തവണ അമ്മ കണ്ടിട്ടുണ്ടായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. അതോ അത് പിന്നെ ശ്യാമള എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ കെട്ടിയോന്റെ അനിയനാണല്ലോ. അമ്മയ്ക്കറിയാവുന്നത്രയും ശ്യാമള ചേച്ചിക്ക് അറിയാമോന്ന് സംശയമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഒരത്യാവശ്യം വന്നപ്പോ കരുനാഗപ്പള്ളിക്കാരെ കൊണ്ടാണല്ലോ ഉപകാരം ഉണ്ടായത്. പത്മകുമാർ കരുനാഗപ്പള്ളിക്കാരനാ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പത്മകുമാറിന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ. എന്റെ മോനെ എങ്ങനെയെങ്കിലും വിജയനെ രക്ഷിക്കണേടാന്ന് ഞാൻ കെഞ്ചി പറഞ്ഞു. അറിയാവോ, ഒരു കുടുംബം തകർന്ന് തരിപ്പണമാകുമെന്ന് പറഞ്ഞപ്പം അവന് ഉറപ്പ് തന്നു രക്ഷിച്ചോളാന്ന്. ഞാൻ അത്രയും കാല് പിടിച്ച് പറഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ കാണായിരുന്നു. കരുനാഗപ്പള്ളി സരസമ്മ പലർക്കും പാരയാണെന്നാണല്ലോ പറച്ചില്. സരസമ്മയുടെ നെടലിനോട് പോലും ചിലർക്ക് പുച്ഛമാണല്ലോ. പക്ഷേ ജീവൻ മരണ പ്രശ്നം വരുമ്പോഴേ കരുനാഗപ്പള്ളി സരസമ്മയെ കാണത്തുള്ളൂ, ഒരു കൈത്താങ്ങിന്. അമ്പലപ്പുഴന്ന് ആരെയും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. പിടിച്ചില്ല പറഞ്ഞത്.